ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ കുറച്ച് നാളായി കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഇനി എന്തായാലും യൂറോയുടെ ഒരു അനാലിസിസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് മാർക്കറ്റിൽ. നമുക്ക് നോക്കാം എന്താണ്. ഇപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് മാർക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇന്നലെയൊക്കെ ട്രേഡ് ചെയ്തതിൻ്റെ ചാർട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പ്രൈസ് നിലവിൽ നിൽക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് പ്രൈസ് ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൻ്റെ ഒരു ഇൻഡ്യൂസ്മെന്റ് എടുത്തിട്ട് പ്രൈസ് അവിടെ നിന്ന് തന്നെ ഒരു എക്സ്ട്രീം ഒരു POU ഉണ്ടായിരുന്നു. അവിടെ നിന്ന് POയിൽ ടാപ്പായിട്ട് തിരിച്ചിറങ്ങുന്നതാണ് ഇപ്പൊ കാണാൻ വേണ്ടി സാധിക്കുന്നത് നമുക്ക്. സോ അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രൈസ് ഈ ഒരു വീക്ക്ലി ഡ്രോ ഓൺ ലിക്വിഡിറ്റി, ഈ ഒരു ലിക്വിഡിറ്റി വരെയെങ്കിലും വന്ന് പ്രൈസ് ഈ ലിക്വിഡിറ്റി എടുക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റേണലി കാണാൻ വേണ്ടി പറ്റുന്നത് ഇന്റേണലി ഇവിടെ ഒരു ലിക്വിഡിറ്റി ഒക്കെ പ്രൈസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇന്റേണൽ ലിക്വിഡിറ്റി ഒക്കെ പ്രൈസ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഒരു ഷോർട്ട് ടേം ബൈ നടക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മാർക്കറ്റിൽ. ഓക്കെ, അപ്പൊ അത് നമുക്കിപ്പോ ചെറിയൊരു ഈ ഒരു വരുന്ന വീക്കിലൊക്കെ ചെറിയൊരു ഷോർട്ട് ടേം ബൈസ് നടക്കാനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് നോക്കാം. ചിലപ്പോൾ അതൊക്കെ നടക്കായികയെന്നില്ല. ഓക്കെ, അപ്പൊ ഡെയിലിയുടെ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോഴേക്കും എനിക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഡെയിലി ഓൾറെഡി മാർക്കറ്റ് എന്ത് ചെയ്യുന്ന ഒരു MSS നമുക്ക് തന്നിട്ടുണ്ടല്ലേ. ലിക്വിഡിറ്റി എല്ലാം സ്വീപ്പ് ചെയ്തിട്ട് ഒരു പ്രോപ്പർ MSS നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സോ ഇതാണ് ഇപ്പൊ ഡെയിലിയുടെ സ്ട്രക്ചറിൽ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഞാനൊരു ഫിബ് ലെവൽസ് പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രീമിയം ഡിസ്കൗണ്ട് പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഇപ്പൊ നിൽക്കുന്നത് ഒരു ഡിസ്കൗണ്ട് സോണിലാണ്. പ്രീമിയം ഏരിയയിലേക്ക് പ്രൈസ് വന്നില്ല, ജസ്റ്റ് അതിന്റെ അടുത്ത് വരെ വന്നിട്ടാണ് റിവേഴ്സ് ചെയ്തേക്കണം. സോ പോസിബിലിറ്റി മാർക്കറ്റ് എന്ത് ചെയ്യാനായിട്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു മൂവ്മെന്റ് ഞാൻ മാർക്കറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് നടക്കാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റിൽ. ഇപ്പൊ നോക്കാം എന്തായിരിക്കും സംഭവിക്കാണ്ടെന്നുള്ളത്. ഇപ്പൊ ഡെയിലിയിലാണെങ്കിൽ തന്നെ ഒരു ഡിസ്കൗണ്ട് ഏരിയയിലാണ്, അവിടെ ഒരു ഡെയിലി FEG മേലാണ് ഇപ്പൊ പ്രൈസ് നിൽക്കുന്നത്. ഓൾറെഡി പ്രീവിയസ് ഡേയുടെ ലോ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമുക്ക് നോക്കിയാൽ ഇന്നലെ മൺഡേ ആണ്. മൺഡേസ് പൊതുവെ ഒരു അക്യുമുലേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് നമുക്ക്, അല്ലെ, ഒരു കൺസോൾട്ടേഷൻ ഡേ ഒക്കെ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് ഡേയുടെ ലോ സ്വീപ്പ് ചെയ്യുമ്പോൾ മൺഡേയുടെ ഒരു അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന രീതിക്ക് പോവുകയാണെങ്കിൽ ഇന്നൊരു മാനിപ്പുലേഷൻ നടന്നാൽ അത് പ്രോപ്പറായിട്ട് ഈ ഒരു പ്രീവിയസ് ഡേയുടെ ലോ സ്വീപ്പ് ചെയ്തിട്ടായിരിക്കണം തീരാണ്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു FEG അതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ പ്രൈസ് തിരിച്ച് മേളിലേക്ക് കയറിപ്പോവും. മേ ബി ഈ ഒരു പ്രീവിയസ് വീക്കിന്റെ ഹൈ എടുത്ത് ഇവിടെ നിന്ന് റിവേഴ്സ് ആവാം, ഓർ ഈ ഒരു ഡെയിലി ഇൻഡ്യൂസ്മെന്റും കൂടി എടുത്തിട്ട് തിരിച്ചു വരാം. ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ടൈം ഫ്രെയിമിൽ നിന്ന്. സോ നമുക്ക് ഇന്നത്തെ സെറ്റപ്സിന് വേണ്ടി നോക്കുവാണെങ്കിൽ 4 hourലാണെങ്കിൽ പോലും സെയിം സിനാറിയാണ് എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. പ്രൈസിൽ കിട്ടിയൊക്കെ സ്വീപ്പ് ചെയ്ത് പ്രോപ്പർലി MSS കിട്ടിയിട്ട് നിൽക്കുവാണ്. ഈ ഒരു ട്രാവൽ കണ്ടാൽ നമുക്ക് പക്കയായിട്ട് മനസ്സിലാവും നമുക്ക് ഇവിടെ എന്തുണ്ട്, നല്ല ലിക്വിഡിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ, അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ ഒരു ലിക്വിഡിറ്റി പൂളായിട്ട് മാറാനും ചാൻസസ് ഉണ്ട് നമുക്ക്. ഓക്കെ, അപ്പൊ 4 hourലും ഒന്നെങ്കിൽ ഈ ഒരു ഡെയിലി FEG റിവേഴ്സ് ചെയ്ത് മാർക്കറ്റ് പോവാം, ഇല്ലെങ്കിൽ താഴത്തെ ഈ ഒരു 4 hour FEG രണ്ടും ഇമ്പോർട്ടന്റ് ഏരിയ തന്നെയാണ്. ഓക്കെ, 4 hour നോക്കുവാണെങ്കിൽ ഇതൊരു ലിക്വിഡിറ്റി കൂടിയാണ്, ഒരു ലോയും കൂടിയാണ്. സോ അതൊരു ലിക്വിഡിറ്റി ആണ്, 4 hour ലിക്വിഡിറ്റി കൂടിയാണ്. സോ ഈ ഒരു റീജിയനിൽ നിന്ന് പ്രൈസ് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഡെയിലി FEG തന്നെ ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഓറൽസ് ഈ ഒരു ലിക്വിഡിറ്റിയോ അല്ലെങ്കിൽ ഒരു FEG, കാരണം ഈ ഒരു FEGക്ക് വേണ്ട ലിക്വിഡിറ്റി മേളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു FEG ഇച്ചിരി പവർഫുൾ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. സോ എന്ത് ട്രേഡ് എടുക്കണമെങ്കിൽ നമുക്ക് കൺഫർമേഷൻ എടുക്കത്തുള്ളൂ. ഓക്കെ, അല്ലാണ്ട് ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരിക്കലും നമ്മുടെ ഡയറക്റ്റ് എടുക്കത്തില്ല. നമുക്ക് ഇവിടുന്ന് പ്രോപ്പർ കൺഫർമേഷൻ കിട്ടണം. കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ നമ്മൾ ഇവിടുന്ന് ബൈ ഓർ സെൽ വോട്ടവർ നമ്മൾ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഒരു 1 hourലേക്ക് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പക്കയായിട്ട് എന്താ കാണണേ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു ഡെയിലി FEG പ്രൈസ് നിൽക്കുന്നുണ്ട്. നമുക്കിനി ബൈ ആണ് നോക്കണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം, പ്രൈസ് ഒരു MSS തരണം, അല്ലെ. ഈ ഒരു ഹൈയുടെ മേളിലേക്ക് ബ്രേക്ക് ചെയ്യണം. അങ്ങനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ തിരിച്ചൊരു ട്രേസ്മെന്റിൽ തീർച്ചയായിട്ടും ഞാൻ ഇവിടുന്ന് ബൈ കയറും. അതായിരിക്കും എന്റെ പ്ലാൻ, ഞാൻ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓറൽസിന് സെല്ലാണെങ്കിൽ തീർച്ചയായിട്ടും പ്രൈസ് ഇപ്പൊ നിൽക്കുന്നത് ഒരു ഡിസ്കൗണ്ടഡ് ഏരിയയിലാണ്. ഒരിക്കലും ഡിസ്കൗണ്ട് ഏരിയ നമ്മൾ സെല് ചെയ്യത്തില്ല, അല്ലെ. പ്രൈസ് തിരിച്ചു കയറി ഒരു പ്രീമിയം ഏരിയയിലേക്ക് എത്തണം. പ്രീമിയം എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച ഈ ഒരു ഏരിയ തന്നെയാണ്. ഈ 4 hourന് നമ്മൾ ഈ FEGയും ഈ ഒരു IFEG കണ്ട് നേരത്തെ പറഞ്ഞ സെയിം ഏരിയ തന്നെയാണ് നമ്മൾ ഇതിനൊരു സെൽ എക്സ്പെക്ട് ചെയ്യണം. അതാണ് ഒരു പ്രീമിയം സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത്. മാർക്കറ്റ് നമുക്ക് ഇന്ന് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി നമുക്ക് തരും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് എന്തായാലും വൈകുന്നേരം കാണാം. നമുക്ക് മനസ്സിലൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ട്രേഡ് ഞാൻ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അത് വിത്ത് പ്രോപ്പർ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ട്രേഡ് എടുക്കത്തുള്ളൂ. ഓക്കെ, അല്ലാണ്ട് റാൻഡംലി ഒരിക്കലും ഇവിടെ നിന്ന് ട്രേഡ്സ് ഞാൻ പ്ലേസ് ചെയ്യത്തില്ല ഞാൻ. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഏഷ്യയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഏഷ്യയുടെ ലോ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. സോ നോക്കാം നമുക്ക് നല്ലൊരു ബൈ കിട്ടുമോ എന്നുള്ള. ഏഷ്യയുടെ ലോ സ്വീപ്പ് ചെയ്യാന്ന് അടുത്തൊരു കൺഫർമേഷൻ കൂടിയാണ്. ഓൾറെഡി ഡെയിലി FEGയിലാണ് നിൽക്കുന്നത്. എല്ലാം നല്ലൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം എങ്ങനെ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നുള്ളത്. നമുക്ക് എൻട്രീസ് കിട്ടും, എല്ലാ കാര്യങ്ങളും നമുക്ക് വൈകുന്നേരം അറിയാം. സോ അതുവരെ ബൈ.